നീയൊക്കെ കാഫറുകളാണ്. അത് ഞാനൊക്കെ അല്ല, അഫ്ഗാനികൾക്ക് ഇന്ത്യയുമായിട്ട് DNA സാമ്യമുണ്ട്. അത്തരത്തിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് പ്രതികരിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി. അദ്ദേഹം പറയുന്നതാണ്, നിനക്കൊക്കെ ഇന്ത്യയുടെ DNA ബന്ധമുണ്ടോ? എന്നാൽ നീയൊന്നും മുസ്ലിങ്ങളല്ല. നിങ്ങളെ ഒന്നും യാതൊരു തരത്തിലും നിങ്ങളോട് സൗഹൃദം സൂക്ഷിക്കാനുമല്ല, നിങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധത്തിനും ഞങ്ങളില്ല. പാകിസ്ഥാന്റെ സൈനിക ജനറൽ പറയുന്നതാണ്. അതിലൊരു തുടക്കത്തിൽ തന്നെ ഒരു കല്ലേടിയുണ്ട്. അയാളുടെ പേര് അഹമ്മദ് ഷെരീഫ് ചൗധരി എന്നാണ്. ഈ ചൗധരി എന്നുള്ള സർനെയിം തന്നെ ഇന്ത്യ എന്നുള്ള സർനെയിം. അതായത് ഒന്ന് ബംഗ്ലാദേശ് അല്ലെ പാകിസ്ഥാൻ, ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് എവിടെ നിന്നോ പോയതാണ്. ബംഗാൾ അല്ലെങ്കിൽ പഞ്ചാബ്, ഇത് രണ്ടിൽ നിന്ന് എവിടെയോ പോയതാണ്. ഇയാള് ഈ പട്ടാള കമാൻഡർ, അവൻ പഞ്ചാബി ആയിരിക്കും മിക്കവാറും. മനസ്സിലായല്ലേ? നമ്മുടെ പഞ്ചാബ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ പോയി എത്തിച്ചേർന്ന പാകിസ്ഥാനിൽ. പിന്നെ അത് മാത്രമല്ല, ഈ സയൻസിനെ നമുക്ക് തള്ളി പറയാൻ പറ്റൂലല്ലോ. കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്ന സയൻറ്റിഫിക് ടെമ്പർ എന്നാണ് പറയുന്നത് എല്ലാവർക്കും വേണ്ടത്. അതെ, സയൻറ്റിഫിക് ടെമ്പർ അനുസരിച്ചിട്ട് ഹൈദരാബാദിലെ സെൻറ്റർ ഫോർ സെല്ലുലർ ആൻഡ് മോളിക്കുലർ ബയോളജി, പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ മോളിക്കുലർ ബയോളജി വിഭാഗം, അതുപോലെ എസ്റ്റോണിയൻ ബയോസെൻറ്റർ, എസ്റ്റോണിയ രാജ്യത്തെ, ബോസ്റ്റണിലെ ഹാർവേഡ് മെഡിക്കൽ സ്കൂളിലെ മോളിക്കുലർ ബയോളജിസ്റ്റ്, ഇവർ ചേർന്ന് ഒരു സംയുക്തമായിട്ട് ഒരു ഗവേഷണം നടത്തി. ആ ഗവേഷണത്തിൽ കണ്ടുപിടിച്ചത് ഈ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ജനവിഭാഗത്തിന് ഒരേ ജനറ്റിക് ട്രെയ്റ്റ്സ് ആണുള്ളത്. ജനിതക സ്വഭാവം ഒന്ന് തന്നെയാണ്. അപ്പോൾ അവർ ഒരേ വിഭാഗം ആൾക്കാരല്ലേ. ഏതായാലും ഈ ചൗധരി എന്ന് പറയുന്നവൻ സ്വർഗത്തുനിന്ന് പൊട്ടി വീണതല്ലല്ലോ താഴത്തേക്ക്. ഇപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ ആരുടെയാണ്? നമ്മളെപ്പോഴും പറയാറുണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇപ്പം വേറെ ഒരു സരസ്വതി സിവിലൈസേഷനും ഉണ്ട്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇന്ത്യയുടെ കണ്ടുപിടുത്തമാണ്. ഇന്ത്യയാണ് അവിടെ ഇതെല്ലാം നടത്തി, എക്സ്കവേഷനൊക്കെ നടത്തി കണ്ടുപിടിച്ചത്. ഇപ്പോൾ പാകിസ്ഥാൻകാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ സിവിലൈസേഷനാണെന്ന് പറയുന്നത്. അവിടെ തീർന്നില്ലേ? പിന്നെ ഈ പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളും അവരുടെ പേര് തന്നെ ഇന്ത്യൻ പേരുകളാണ്. 1947 ശേഷമല്ലേ പാകിസ്ഥാൻ ഉണ്ടായുള്ളൂ. ഓഗസ്റ്റ് 15 ഇന്ത്യയും ഇതായിട്ട് ഡിവൈഡ് ചെയ്ത് ജിന്നേനെ പ്രധാനമന്ത്രിയാക്കാനും നെഹ്റുവിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാനും വേണ്ടിയിട്ട് ചെയ്താണല്ലോ. അത് തന്നെ ഒരു വലിയ തട്ടിപ്പായിരുന്നു ഈ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്നെന്നുണ്ടെങ്കിൽ എന്താ ഈ പറയുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തുമാത്രം സാമ്പത്തികമായിട്ട് പുരോഗതി നേടാമായിരുന്നു ഈ ദക്ഷിണേഷ്യൻ രാഷ്ട്രത്തിന്. അവർക്കത് താല്പര്യമില്ല. അവർക്ക് എന്താ കുഴപ്പമെന്ന് പറയും, ഇനി ഒരിക്കലും പാകിസ്ഥാൻ ഈ നിലവിലുള്ള സമ്പ്രദായം വിടുവില്ല. അവർ ഡിസ്റ്റിങ് ഇതായിട്ട് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ കാരണമുണ്ട്. പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾ മുഴുവനും, പട്ടാള ഓഫീസർമാർ മുഴുവനും പഞ്ചാബികളാണ്. ആയുധം മേടിക്കുമ്പോൾ അവർക്ക് തുട്ട് കിട്ടും, ദമ്പടി കിട്ടും. മനസ്സിലായില്ല? നല്ല കൈക്കൂലി കിട്ടും. ശമ്പളം കൂടാണ്ട് ഈ കൈക്കൂലി കിട്ടും. പാവം ജനങ്ങൾ മുഴുവൻ പട്ടിണി കിടക്കും. ഇവന്മാർ സൂചിച്ച് ജീവിക്കും. ഇവന്മാരുടെ സമ്പാദ്യം മുഴുവൻ അമേരിക്കയിലും അല്ല യൂറോപ്പിലെ ബാങ്കുകളിലോ ഒക്കെ കേമാൻ ഐലൻഡിലൊക്കെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചേക്കുക അവന്മാരിവിടെ. അവർ ഒരിക്കലും ഇന്ത്യയും പാകിസ്ഥാനും നല്ല സൗഹാർദ്ദപരമായി ജീവിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. സൗഹാർദ്ദം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്തു വരില്ലേ എന്ന് പേടിച്ചിട്ടായിരിക്കും അവരിങ്ങനെ ചെയ്യണത്. അതിപ്പോൾ ബംഗ്ലാദേശിൻ്റെ കഥ നിങ്ങൾക്ക് പുതിയ തലമുറയിലുള്ള പിള്ളേർക്ക് അറിയില്ല. 1971 ഈസ്റ്റ് പാകിസ്ഥാൻ ഇല്ലാതായി ബംഗ്ലാദേശായിട്ട് രൂപീകരിച്ചത്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ നടത്തിയ സമരം, ഇന്ത്യൻ പട്ടാളമാണ് അവരെ ബംഗ്ലാദേശ് രൂപീകരിക്കാനായിട്ട് സഹായിച്ചത്. അത് കഴിഞ്ഞ ദിവസം തസ്ലീമ നസറിൻ കൽക്കത്തയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി ആർ ഒബ്ലൈജ്ഡ് ടു ഇന്ത്യ, ഇന്ത്യയോട് ഞങ്ങൾക്ക് എന്നും നന്ദി ഉണ്ടാവും ഈ ബംഗ്ലാദേശ് ലിബറേറ്റ് ചെയ്തത് അന്നേന്. അതല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിലെ ജനങ്ങൾ മുഴുവൻ പാകിസ്ഥാനി പട്ടാളക്കാരുടെ ആട്ടും തുപ്പും കേട്ട് സഹിച്ചുകൊണ്ടിരുന്നതാണ്. അവർ മൂന്നാം തരം പൗരന്മാരായിരുന്നു ബംഗ്ലാദേശി പൗരന്മാർ അവിടെ ഈസ്റ്റ് പാകിസ്ഥാനിൽ.
ഇപ്പോഴാണല്ലോ അവർ അധികാരം കിട്ടിക്കഴിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ അതുപോലുള്ള കുറേ അലമ്പ് തീവ്രവാദി സംഘടനകളും വന്നപ്പോഴല്ലേ അവർ നമുക്കെതിരായിട്ട് തിരിഞ്ഞത് മുഴുവനും. അപ്പോൾ ഇയാൾ ഈ പറയണ അഫ്ഗാനിസ്ഥാൻ, മൈ ഗാഡ്, അഫ്ഗാനിസ്ഥാൻ 1919 നിലവിൽ വന്നു സ്വതന്ത്ര രാജ്യമായിട്ട് ഹിന്ദുക്കുഷ് പർവ്വതനിരയും ഒക്കെ ആയിട്ട് അവർക്ക് ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ്റെ പ്രത്യേകത ഇന്ത്യയായിട്ട് അവർക്ക് ബോർഡർ ഇല്ല. ബോർഡർ വരും, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാകിസ്ഥാനിൽ. ആ ബലൂചിസ്ഥാൻ ഒരു എന്താ പറയുക, ഇന്ത്യയോട് ചേരണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ബലൂചിസ്ഥാൻ. അവർ 1947 ഓഗസ്റ്റ് 15 ശേഷം ബലൂചിസ്ഥാൻ്റെ ഭരണാധികാരി ഖാൻ ഖല്ലാട്ട് എന്ന് പറഞ്ഞ അയാളുടെ പ്രതിനിധീനെ പറഞ്ഞു വിട്ടു നെഹ്റുവിനെ കാണാനായിട്ട്. ഈ നെഹ്റുവിന് പിന്നെ മുസ്ലിങ്ങളോട് ഒരു പ്രത്യേക സൗഹാർദ്ദമുണ്ട്, പ്രത്യേകിച്ച് ഷെയ്ഖ് അബ്ദുള്ളയോടും ഫറൂഖ് അബ്ദുള്ളയോടൊക്കെ. ആൾക്കാർ പലതും പറയുന്നുണ്ട്, ഷെയ്ഖ് അബ്ദുള്ളയും നെഹ്റുവും ബ്രദേഴ്സാന്ന് വരെ പറയുന്നുണ്ട് ആൾക്കാർ. അവരുടെ വീട്ടിൽ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലിക്ക് പോകാറുണ്ടായിരുന്നേ അങ്ങനെ. അപ്പോൾ നെഹ്റു സമ്മതിച്ചില്ല ബലൂചിസ്ഥാൻ ഇന്ത്യയിൽ ചേരാനായിട്ട്. അതല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ഇന്ത്യയിൽ ചേർന്നിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ബലൂചിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്കും അതുപോലെ തുടർന്ന് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ് ആയിട്ടുള്ള ടർക്ക്മെനിസ്ഥാനിലേക്കും കിർഗിസ്ഥാനിലേക്കും കസാഖിസ്ഥാനിലേക്കൊക്കെ റോഡ് വഴി പോകാൻ പറ്റുമായിരുന്നു. അവിടെ ഒരു വഖൻ എന്ന് പറഞ്ഞൊരു പ്രോവിൻസ് ഉണ്ട്, വഖൻ. ആ വഖൻ പ്രോവിൻസിനെങ്ങാണ്ട് 100-200 കിലോമീറ്റർ ലെങ്ത്തുള്ള ഒരു അതിർത്തിയുണ്ട് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട്, ഈ ബലൂചിസ്ഥാൻ വഴി പോവുകയാണെങ്കിൽ. അത് ഇല്ലാതായി ഈ ബലൂചിസ്ഥാൻ സെപ്പറേറ്റ് ചെയ്ത് പോയത് കാരണം. ബലൂചിസ്ഥാനിലെ ദേവീക്ഷേത്രങ്ങൾ 2-3 ഫേമസ് ദേവീക്ഷേത്രങ്ങളുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് ഇന്ത്യയോട് വളരെയധികം ആദരവുണ്ട്. അവർ ആ ക്ഷേത്രങ്ങളൊന്നും നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ചേക്കുക. പണ്ടൊക്കെ ആൾക്കാർ ഇവിടുന്ന് പോവുമായിരുന്നു അവിടെ തൊഴുവാനൊക്കെ ആയിട്ട്. പിന്നെ എന്താ ബാമിയൻ ബുദ്ധാസ് അവിടെ ഉണ്ടായിരുന്നു. ഖാന്ദഹാർ, ഗാന്ധാരി ജനിച്ച് വളർന്ന സ്ഥലം ഗാന്ധാരിയില്ലേ മഹാഭാരതത്തിലെ, ഗാന്ധാരം എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്, ഗാന്ധാരം. അത് കന്ദഹാർ എന്നുള്ള രാജ്യത്തിൻ്റെ മലയാളീകരിച്ച പേരാണ് ഗാന്ധാരം. അതുപോലെ എത്രയോ സ്ഥലങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. സമർഖണ്ഡ് എന്നൊക്കെ പറയുന്ന സോവിയറ്റ് യൂണിയനിലെ സ്ഥലം തന്നെ, പണ്ടത്തെ എന്താണ് താഷ്കൻഡിനടുത്തൊക്കെയുള്ള രാജ്യമാണ് സമർഖണ്ഡ് എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുന്നില്ല അത് മുഴുവനും, മറന്നുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ തെണ്ടി പാകിസ്ഥാനി എന്താ പറയുക നിങ്ങളൊക്കെ കാഫറുകളാന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുക? എവിടെ കൊണ്ട് മുസ്ലിം എങ്ങനെ മുസ്ലിങ്ങളാവും? ഇന്ത്യയുടെ സമാനമായിട്ടുള്ള DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മുസ്ലിങ്ങളായിട്ട് കാണാൻ പറ്റും? അല്ല, അവർ മുസ്ലിങ്ങളായിട്ട് കാണണ്ട, നമ്മളെ ഇന്ത്യക്കാരായിട്ട് തന്നെ കണ്ടുവച്ചാൽ മതി. ഇത് പറഞ്ഞ് ഒരു ലേഖനം എഴുതിയതാണ് സുബ്രഹ്മണ്യ സ്വാമിനെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ പുറത്താക്കിച്ചത്. അതായത് സ്വാമി 2012 ഒരു ലേഖനം, ഒരു ബോംബെയിൽ ഒരു സിങ്ക്രണൈസ്ഡ് സ്ഫോടനം നടന്നു. പല ട്രെയിനുകളിലും പിന്നെ കാറുകളിലും ബസ്സുകളിലൊക്കെ ആയിട്ട് ഒരേ സമയത്ത് സ്ഫോടനം നടന്ന് 500 പേര് മരിച്ചു അന്ന്. അപ്പോൾ അതിൻ്റെ രാത്രി ഒരു ആർട്ടിക്കിൾ എഴുതി അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. എൻ്റെ എഡിറ്റർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. എൻ്റെ എഡിറ്ററുടെ ഇമെയിൽ മൂപ്പർക്ക് കിട്ടണില്ല. രാത്രി 12 മണിക്കാണ്, 1 മണിക്കായിട്ട് അയച്ചു തന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ വായിച്ചല്ലേ, പിന്നീടാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അതിനകത്ത് എഴുതിയിരുന്ന് ഈ സ്വന്തം രാജ്യമായിട്ട് ഇന്ത്യനെ അംഗീകരിക്കാൻ സാധിക്കാത്തവർക്ക് വോട്ടവകാശം കൊടുക്കരുത്. മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ശരി, ഇന്ത്യ അവരുടെ സ്വന്തം രാഷ്ട്രമാണ് എന്ന് അവർ പറയാൻ വൈമുഖ്യമുണ്ടെങ്കിൽ അവർക്ക് വോട്ടവകാശം കൊടുക്കരുത്. അവർ ഇവിടുത്തെ ജനങ്ങളാണ്, ഇവിടെ ജനിച്ചു വളർന്നവരാണ്, ഇവിടുത്തെ പൗരന്മാരാണ്, ഹിന്ദുക്കളെ പോലെ തന്നെ അവരും ഇന്ത്യയിലത്തെ പൗരന്മാരാണെന്ന് പറഞ്ഞാൽ മാത്രമേ അവർക്ക് വോട്ടവകാശം കൊടുക്കാൻ പാടുള്ളൂ. ഇതാണ് സ്വാമി എഴുതിയിരുന്നത്. എൻ്റെ ദൈവമേ, സ്വാമീനെ വിളിക്കാത്ത ചീത്ത ഒന്നുമില്ല. എല്ലാവരും എന്താ പറയുക, സ്വാമീനെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അത് കേട്ടിട്ട് തൊണ്ടിച്ചാടും എല്ലാം കിടന്നിട്ട്. സ്വാമീനെ എന്നിട്ട് അന്ന് സ്വാമി ഹാർവാർഡിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു, അദ്ദേഹത്തിനെ പിരിച്ചു വിട്ടു അവിടുന്ന്. വലിയ കേസായി. ഞാൻ 2ാം പ്രതി ആ കേസിൽ. എന്നെ 3 തവണ ഡൽഹി പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തു, ഇടി കിട്ടിയില്ല എന്ന് മാത്രം. അന്ന് ഇയാളാ മൻമോഹൻ സിംഗ് ആ പ്രധാനമന്ത്രി. അപ്പം ചിദംബരത്തിന് സ്വാമിയോട് ഭയങ്കര ദേഷ്യമാണ്, സുബ്രഹ്മണ്യ സ്വാമിയോട്. കാരണം ചിദംബരത്തിൻ്റെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പൊള്ളയാണ്, കള്ള ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഉള്ള വിവരം പുറത്തുവിട്ട സ്വാമിയാണ്.
അപ്പോൾ എങ്ങനെയെങ്കിലും സ്വാമീനെ പിടിച്ച് കുറച്ച് ദിവസം ജയിലിലിടണമെന്ന് ചിദംബരത്തിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ വിചാരിച്ചു ഞാനാണ് സ്വാമിയുടെ ചെന്നൈയിലെ ഏജൻ്റ് എന്ന് വിചാരിച്ചു. എന്നെയും പിടിച്ച് ചോദ്യം ചെയ്തു. എന്നെ 2 തവണ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ പോകുന്നു അവിടുന്ന്. പക്ഷേ എങ്ങനെയോ വിട്ടയച്ചു. പിന്നെ എന്താ ഈ അടിയൊന്നും കൊണ്ടില്ല പോകുന്നു. അപ്പം അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം ഇതാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവരൊരു മെൻറ്റാലിറ്റിയാണ്. ദേ ഡോണ്ട് വാണ്ട് ടു ബി പാർട്ട് ഓഫ് ഇന്ത്യ. ദേ ഹാവ് ഗോട്ട് ഹേറ്റ്രഡ്, ഇൻഹെറൻറ്റ് ഹേറ്റ്രഡ് ടുവേർഡ്സ് ഹിന്ദുസ്. അത് ഈ ക്രിസ്ത്യൻസിനും ഉണ്ട്. ക്രിസ്ത്യനിൽ പ്രത്യേകിച്ച് ചർച്ചിലെ ബിഷപ്പുമാരൊക്കെ അല്ലേ, കർദിനാളന്മാരൊക്കെ ഉണ്ടല്ലോ, പാംബ്ലാനി കീംബ്ലാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ. അല്ല പിന്നെ എന്താ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ തൃതീയൻ 3-ാമൻ 4-ാമൻ എന്നൊക്കെ പറഞ്ഞ് കറുത്ത ഉടുപ്പിട്ടുകൊണ്ട് കുറേ അശ്ലീലങ്ങൾ വരില്ലേ, കുളിക്കുകയല്ല ജപിക്കുകയല്ല, കുറേ പെർഫ്യൂം അടിച്ചുകൊണ്ട് വരും. എന്നിട്ട് കാണുന്നവനൊക്കെ കുരിശ് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും. ഇവന്മാർക്കൊന്നും ഇന്ത്യക്കാരോടോ ഹിന്ദുക്കളോടോ ഒരു സ്നേഹമില്ല, വെറുപ്പാണ് അവർക്ക്. അത് ആയിപ്പോയി അവർ. എന്താ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിയമം മാറ്റണം. നിയമം മാറ്റണമെങ്കിൽ യൂണിഫോം സിവിൽ കോഡോ അങ്ങനെയൊക്കെയുള്ള നിയമം വരണം ഇവിടെ. ഈ മൈനോറിറ്റീസിനുള്ള പ്രത്യേക റൈറ്റ്സ് നീണ്ട് എടുത്ത് കാട്ടിക്കളയണം. വാട്ട് സ്പെഷ്യൽ റൈറ്റ്സ് യു ഹാവ്? യു ആർ ഓൾസോ ലൈക്ക് ഹിന്ദുസ്, യു ഷുഡ് ലീവ് ലൈക്ക് ഹിന്ദുസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട്. അയാൾ അവിശ്വാസികളുമായി സൗഹൃദം സ്ഥാപിക്കരുത്, വിശ്വാസികളായവരെ ഉപേക്ഷിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് വലിയ പ്രശ്നമാണ്. പിന്നെ നിങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെടില്ല. ഇതാണ് അയാൾ പിന്നീട് പറയുന്നൊരു കാര്യം. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന നയതന്ത്ര സൗഹൃദത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇയാൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് വേറൊരു കാര്യമുണ്ട്. അയാളുടെ പേര് തന്നെ തട്ടിപ്പാ, ചൗധരി എന്നുള്ളത്. അയാൾ ചൗധരി എന്നാണ് അയാളുടെ പേരെന്നുണ്ടെങ്കിൽ അയാൾ ഇന്ത്യയിൽ നിന്ന് പോയതാണ്. അയാളുടെ കാരണവരും കാരണവത്തിയൊക്കെ ആൾക്ക്. പിന്നെ വേറൊന്നുള്ളത്, ഇയാൾ ഈ ഇത്രയും പറയണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനിലുള്ള മുസ്ലിം സമുദായത്തിലെ ബ്രാഹ്മണന്മാരാണെന്ന് അവർ പറയുന്നത്. വി ആർ ദ ബ്രാഹ്മിൻസ് അമംഗ് ദ മുസ്ലിംസ് എന്നാണ് അവർ പറയുന്നത്. ഈ എന്താ പറയുന്നത്, പത്താൻസ് ആൻഡ് പക്തൂൺസ് എന്നൊക്കെ പറഞ്ഞ ട്രൈബുണ്ട് അഫ്ഗാനിസ്ഥാനിലുള്ള അഫ്ഗാനികളൊക്കെ. അവർ എന്താ പറയുക, കാണാനൊക്കെ നല്ല ആറടി പൊക്കവും നല്ല സുന്ദരന്മാരും സുന്ദരികളായ സ്ത്രീകളൊക്കെ ആയിരിക്കും. ഈ കോഞ്ഞാനെ പോലെയുള്ള കുരങ്ങനെയാണോ? ജനറൽ സിയാവുളക്ക് എന്ന് പറഞ്ഞൊരു പട്ടാള കമാൻഡർ ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരു മൃഗത്തിൻ്റെ ഛായ, അയാളുടെ ചിരി കണ്ടിട്ട് തന്നെ പേടിയാവും. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ഈ മറ്റേ അഫ്ഗാനിസ്ഥാനിലെയും പിന്നെ ബലൂചിസ്ഥാനിലെയും ആൾക്കാരൊക്കെ വളരെ സുന്ദരം. നമ്മുടെ ഈ സിനിമാ നടന്മാരൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവർക്ക് പക്തൂൺ അല്ലെങ്കിൽ പെഷവാർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്നാണ്. രാജ് കപൂറൊക്കെ പ്രാൺ ഹിന്ദി സിനിമ നടൻ. കപൂർ ഫാമിലി അല്ലേ, രാജ് കപൂറും ഷമ്മി കപൂറും ശശി കപൂറും പിന്നെ അവരുടെ കാരണവർ പൃഥ്വിരാജ് കപൂർ. ഇവരൊക്കെ പെഷവാറിൽ നിന്ന് വന്ന് കുടിയേറി പാർത്ത ആൾക്കാരാണ്. എന്താണ് അവർ, പിന്നെ പത്താൻസാണ് അവർ. പത്താൻസിൻ്റെ കുറേ അധോലോക നായകന്മാരുണ്ടല്ലോ, സമദ് ഖാൻ, കരീം ലാല, പിന്നെ എന്താ അമീർ സദ, അലാം സേബ്, ഇവരുടെയൊക്കെ ഫോട്ടോകളൊക്കെ പത്രത്തിൽ വരെയാണ്. അതിസുന്ദരന്മാരാ, സിനിമാക്കാരെ പോലെ ഇരിക്കും. പക്ഷെ ഓൾറെഡി കയ്യിലിരിപ്പ് മാത്രം വേറെ പല പരിപാടി ഉള്ളൂ എന്നുള്ളൂ. ആളെയൊക്കെ മാറി കൊന്നിട്ടുണ്ട് അവർ. ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ജെയിനിനെ കൊല്ലാനായിട്ട് സുപ്പാരി കൊടുക്കാന്ന് പറയും, കോൺട്രാക്ട് കൊടുക്കാന്ന് പറയും. 134-ാമത്തെ റൂമിൽ താമസിക്കുന്ന ജെയിനെയാണ് കൊല്ലേണ്ടി വരുന്നത്. ആവുമ്പോൾ 144-ാമത്തെ റൂമിൽ താമസിച്ച ജെയിനെ കൊന്നേച്ചു. അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. ബോധമില്ലാത്ത അഗ്രസീവാണ്, ഭയങ്കര അഗ്രസീവാണ്. പിന്നെ ഈ ബോംബെ നഗരത്തിലെ മാഫിയ ആക്ട്സ് മുഴുവൻ അവരുടെ സ്വന്തം. അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ, ഡ്രഗ് ട്രാഫിക്കിംഗ്, വിമൻ ട്രാഫിക്കിംഗ്, പിന്നെ ഈ സുപ്പാരി, ആൾക്കാരെ കൊന്നു കൊടുക്കും പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം എനിക്ക് ആരെങ്കിലും കൊല്ലണം എന്നുണ്ടെങ്കിൽ 1,00,000 രൂപ കൊടുത്താൽ അവനെ കൊന്നേക്കിട്ടും, അവർ കൊന്നു തരും, തെളിവൊന്നുമില്ലാണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അവിടെ നിന്ന് വന്നവർ. ഈ പാകിസ്ഥാനികൾ ഒരു ഇതുമില്ലാത്ത നെക്കകളിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് പോയി സൗദി അറേബ്യയിലും കുവൈറ്റിലും UAE-യിലും പോയിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്താൽ ജീവിക്കണം. നമ്മുടെ മലയാളി മുസ്ലിംസൊക്കെ എത്ര മാന്യമായിട്ടാണ് ജീവിക്കണമെന്ന് അറിയാമോ? ഇവർ ഈ പാകിസ്ഥാനിൽ പോയിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. അവിടെ കുറച്ച് ഈ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനായിട്ട് നടക്കുന്ന കുറേ അലമ്പ് കേസുകൾ വെച്ച് ബാക്കിയൊക്കെ തെണ്ടികളാണ് പാകിസ്ഥാനിലുള്ളത്. വരുമാനമില്ല അവർക്കൊന്നും. വളരെ കുറച്ച് പേർക്ക് വിദേശത്തൊക്കെ പോയി പഠിക്കാനൊക്കെ പറ്റുന്നുള്ളൂ. ചൗധരി കള്ളൻ, അവൻ്റെ പേര് അവൻ ഇത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്, ആയിക്കോട്ടെ പറയാം. ഈ ഇന്ത്യ മറ്റേ സ്വതന്ത്രമായി പാകിസ്ഥാൻ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അറബ് രാജ്യങ്ങളിൽ നിന്ന് വന്ന കൊള്ളക്കാരും
അപ്പോഴും അവർ വരുമ്പോൾ മുസ്ലിം അല്ല, കൊള്ളക്കാരാണ്, അറബി കൊള്ളക്കാരാണ്. അവർ വന്ന് കൊള്ളയടിച്ചു പോകും പാകിസ്ഥാനിലേക്ക്. അപ്പോൾ അങ്ങനെ വന്ന് അവരവിടെ സംബന്ധമായിട്ട് കൂടി പലരും നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ചെന്ന് ചിലയിടത്തൊക്കെ സംബന്ധം ഉണ്ടാവണം. അതേപോലെ ചില കൊള്ളക്കാർ അവിടെ വന്ന് സംബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടായ സന്തതികളുണ്ട് പാകിസ്ഥാനിൽ. അപ്പോൾ അവർ യഥാർത്ഥ മുസ്ലിംസ് ഒന്നുമല്ല, ജാരസന്തതികളാണ്. മനസ്സിലായില്ലേ? അവർക്ക് മറ്റു പഞ്ചാബികളല്ലാത്തവരോട് അവർക്ക് ഭയങ്കര ദേഷ്യം. സുൽഫിക്കർ അലി ഭൂട്ടോ ഒരു മുൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്നു. കാര്യം ഇന്ത്യയോട് ഭയങ്കര വെറുപ്പാണ്, ഹിന്ദുക്കളോട് ഭയങ്കര വെറുപ്പാണെങ്കിൽ കൂടി അയാൾ കുറച്ചൊരു അന്താരാഷ്ട്ര വേദിയിലേക്ക് അയാൾക്ക് കുറച്ചൊരു മാന്യതയുണ്ടായിരുന്നു. ഇന്ത്യക്കാരെപ്പോഴും ഇന്ത്യൻ ഡോഗ്സ് എന്നൊക്കെ വിളിക്കുക അയാൾ എപ്പോഴും പ്രസംഗിക്കുമ്പോഴേക്ക്. അപ്പോൾ അയാൾ സിന്ധിയാണ്, സിന്ധ് പ്രോവിൻസിൽ നിന്ന് വന്ന ആളാണ് അയാൾ. അയാളെ കൊന്നച്ചിട്ട് അയാളെ സിയാവുൾക്ക് അയാളുടെ സാധനം പിടിച്ചു പറ്റിയത്, അയാളെ കള്ളക്കേസിൽ കുടുക്കി തൂക്കിക്കൊന്നു. ഒരു മനുഷ്യനെ അയാളെ അയക്ക് വേണ്ടി പറയാനുണ്ടായിരുന്നില്ല. സിയാവുളക്കിനെ പേടിയായിരുന്നു എല്ലാവർക്കും, ജനറൽ സിയാവുളക്ക് പേടിയാ എല്ലാവർക്കും. ദാറ്റ് ഇസ് ദ തിങ്. അപ്പോൾ ഈ ചൗധരിക്കൊന്നും പറയാനായിട്ട് അയാളിപ്പോൾ ഈ പറഞ്ഞു പാകിസ്ഥാനിൽ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കടുത്ത വർഗീയ വിഷം കുത്തിവെക്കണം. അപ്പോൾ അയാൾ പറയണത് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ പറയണത്. ഖുറാനിൽ ചാപ്റ്റർ 9 മറ്റേ സുര 9 ഞാൻ മറന്നുപോയത്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഇൻഫിഡൽസിനെ കണ്ട് അപ്പ കഴുത്തറുത്ത് കൊന്നേക്കണം, ചോദ്യമില്ല ഉത്തരവില്ല, അങ്ങോട്ട് കൊന്നേക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായി? അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇടപാടും പാടില്ല എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് അതായിരിക്കും വെറുതെ ഇന്ത്യ പാകിസ്ഥാൻ ജയിക്കാത്തത്. കാരണം ഈ അവിടെ പോയി ഖുറാൻ അതിർത്തിയിൽ നിന്ന് വെടിവെക്കുന്നതിന് വരെ ഖുറാൻ റിസൈറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.